ഗായ്സ് വെൽക്കം ടു മെഡ് ഹബ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രഗ് സ്റ്റോർ ബിസിനസ് മാനേജ്മെന്റിൽ ഡ്രഗ് ഹൗസ് മാനേജ്മെന്റ് ആണ്. ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ്. എനിക്ക് സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ഇൻവെന്ററി മാനേജ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യാനും ഇഷ്ടമാണ്, ഭയങ്കര പഠിക്കാനും ഇഷ്ടമാണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. സോ നമ്മുടെ ഏറ്റവും വലിയൊരു ഇൻവെന്ററി മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മമാരാണ്. അവർക്കറിയാം എങ്ങനെ ഒരു വീട് മുമ്പോട്ട് കൊണ്ടുപോകണം, എത്ര മുളക് പൊടി വേണം, എത്ര മല്ലിപ്പൊടി വേണം, എത്രയുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്ന അവർക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മൾ സത്യം പറയാം ഫസ്റ്റ് അവർ ഇൻവെന്ററി മാനേജേഴ്സ് ആക്കേണ്ടത്. അപ്പം സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻവെന്ററി മാനേജ്മെന്റ് എന്താണ്, അതൊരു മാനേജ്മെന്റ് തന്നെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ഫാർമസ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫാർമസ് തുടങ്ങാൻ പോകുമ്പോൾ നമുക്ക് പാരസ്റ്റമോൾ നമുക്ക് വാങ്ങണം. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിന് എത്ര രൂപയ്ക്ക് വാങ്ങും, അല്ലെങ്കിൽ ഹോൾസെയിൽസിന് എത്ര രൂപയ്ക്ക് വാങ്ങും? നമ്മളൊരു 3 രൂപയ്ക്ക് പാരസ്റ്റമോൾ വാങ്ങും. നമ്മൾ വിൽക്കാൻ പോകുന്ന 5 രൂപയ്ക്കാണ് അല്ലേ? ഇത് തന്നെയാണ് ഇൻവെന്ററി മാനേജ്മെന്റ്. അപ്പം അത് മാത്രമല്ല, അതിനായിട്ട് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്താ ഇൻവെന്ററി എന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഒരു പേഷ്യന്റ് വന്നു, പേഷ്യന്റ് 5 പാരസ്റ്റമോൾ വേണം. നമ്മൾ 5 പാരസ്റ്റമോൾ കൊടുത്തു. നമ്മൾ എത്ര രൂപയ്ക്ക് കൊടുത്തു? 5 രൂപയ്ക്ക് കൊടുത്തു. നമുക്ക് കിട്ടിയതോ 2 രൂപയ്ക്ക് അല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ടായി? പ്രോഫിറ്റ് ഉണ്ടായി അല്ലേ? നമുക്ക് പേഷ്യൻ്റ് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് കൊടുക്കാനും പറ്റി. 2 കാര്യം നടന്നില്ലേ? അതിനെയാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുക. അതായത് ലോ പ്രൈസിൽ ലെസ്സർ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ കസ്റ്റമറിന്റെ ഡിമാൻഡിനെ ഫുൾഫിൽ ചെയ്യുന്ന രീതിനെയാണ് നമ്മൾ ഇൻവെന്ററി കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇൻവെന്ററി കൺട്രോളിന്റെ ഉപയോഗം എന്തായിരിക്കും? ഒന്ന്, നമുക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കണക്കുണ്ടായിരിക്കും. നമുക്ക് എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം, പിന്നെ ആഡിക്വേറ്റ് സപ്ലൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിന് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഷോർട്ട് ടേമും ലോങ് ടേം പ്ലാനിങ്, നമുക്ക് പ്ലാനിങ്ങുകൾ നമുക്ക് നടത്താൻ പറ്റും. എത്രത്തോളം നമ്മൾ പർച്ചേസ് ചെയ്യണം, എത്രത്തോളം സ്റ്റോർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇമ്പോർട്ടൻസ് എന്താണ്? ബെറ്റർ സർവീസ് കൊടുക്കാൻ പറ്റും, കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും, റിസ്ക് ലോസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലോസ് റിസ്ക് എന്ന് പറയുന്ന സംഭവമേ നമുക്ക് ഉണ്ടാവില്ല, പ്രോപ്പർ യൂട്ടിലൈസേഷൻ പറ്റും, നമുക്ക് ഓരോ പോയിന്റിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ ചെക്ക് ലിസ്റ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? സോ നമുക്ക് ഓരോ പോയിന്റ്സും ചെക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം, അത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം അത് ഫർദർലി പോകുമ്പോൾ. ദ ഫസ്റ്റ് വൺ ഇസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ABC അനാലിസിസ് ആണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ABC അനാലിസിസ്. സോ ഈ ABC അനാലിസിസ് പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാവേ. നമ്മൾ പപ്പടം ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ വേണ്ട പപ്പടം വേണ്ട, ബിരിയാണി. ഞാൻ എല്ലപ്പോഴും പപ്പടം എന്ന് പറയാം. ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. സോ ബിരിയാണി ഉണ്ടാക്കാൻ പോകുമ്പം നമുക്കറിയാം അരി വാങ്ങണം. അരി എന്ന് പറയുമ്പോൾ പല റേറ്റിലുണ്ട് അല്ലേ? സോ ബേസിക്കലി കൈമയുണ്ട്, പിന്നെ ബസ്മതി ഉണ്ട്, പിന്നെ എന്താണ് റൈസ് ബ്രാൻഡ് അരി ഉണ്ട്, അങ്ങനെ ഓരോ തരത്തിലുള്ള അരിയുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തലശ്ശേരി ദം ബിരിയാണി. അപ്പം ഞാൻ വാങ്ങുന്ന അരി എന്തായിരിക്കും? ജീരകശാല അരി ആയിരിക്കും, അല്ലെങ്കിൽ കൈമ അരി ആയിരിക്കും അല്ലേ? സോ അരി മേടിക്കണം. പിന്നെ ചിക്കൻ മേടിക്കണം അല്ലേ? ചിക്കൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഇല്ലാണ്ട് ചിക്കൻ ബിരിയാണി ആവും ഇല്ല. അപ്പം ചിക്കൻ മേടിക്കണം. ചിക്കൻ ഭയങ്കര വില, അരിയേക്കാളും വിലയാണ് ചിക്കൻ അല്ലേ? അപ്പോൾ ഒരു 3 കിലോ ചിക്കൻ മേടിക്കണം. പിന്നെ നമുക്ക് ഹോൾ സ്പൈസ്, മസാല, പിന്നെ ഉണക്ക നാരങ്ങ, പിന്നെ മുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ വേണം. അപ്പം ഈ 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ 3 സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ ABC എന്ന് പറഞ്ഞാൽ കേട്ടോ. A എന്ന് പറഞ്ഞാൽ ചിക്കനാണ്, B എന്ന് പറഞ്ഞാൽ അരിയാണ്, C എന്ന് പറഞ്ഞാൽ മസാലാസ് ആണ്. ഓക്കെ, ഇത്ര നിങ്ങളുടെ മനസ്സിൽ വെച്ചിരി. എക്സ്പ്ലെയിൻ ചെയ്യും മുന്നേ എനിക്കൊരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം. സോ A എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മതി. അതായത് നമുക്ക് ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മതിയല്ലോ, അധികമൊന്നും വേണ്ടല്ലോ. അരി പോലെ നമുക്ക് ഒരുപാട് ആവശ്യമില്ല അല്ലേ? സോ ഞാൻ ഒരു പ്ലേറ്റ് വരയ്ക്കാൻ പോവാം. സോ ചിക്കൻ നമുക്ക് കുറച്ച് മതി, അതായത് 10% നമുക്ക് എത്ര ചിക്കൻ മതിയാകും. എന്നാൽ ഈ ടോട്ടൽ ഐറ്റം ബിരിയാണിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഏതിനാണ്? ചിക്കനാണ്. അപ്പം അതായത് 70% എക്സ്പെൻസും എടുക്കുന്നത് ആരാണ്? ചിക്കനാണ് എടുക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രിക്ട് കൺട്രോൾ വേണം. നമുക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കണം അല്ലേ? എത്ര കാല് കൊടുക്കണം, എത്ര ബ്രസ്റ്റ് പീസ് കൊടുക്കണം, നമ്മൾ തീരുമാനിക്കും. അപ്പോൾ ഇവിടെ സീനിയർ ഓഫീസേഴ്സ് എപ്പോഴും ഹാൻഡിൽ ചെയ്യുള്ളൂ, എല്ലാവരും കയറുന്ന ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ അമ്മമാരായിരിക്കും ചിക്കൻ നമുക്ക് വിളമ്പി തരിക അല്ലേ? ഇനി B ഐറ്റം ചീപ്പർ ആണോ എന്ന് വെച്ചാൽ ചീപ്പർ അല്ല, എന്നാൽ വിലയുണ്ടോ വെച്ചാൽ വില ഉണ്ടും താനും. അപ്പോൾ ടോട്ടൽ ക്വാണ്ടിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ 20%, എക്സ്പെൻസും 20% ആയിരിക്കും. അപ്പോൾ അരിയാണ് 20%, സോ 20% അരിയാണ്, അതിൻ്റെ എക്സ്പെൻസും എത്രയാണ്? 20%. അപ്പോൾ ഇത് അങ്ങനെ ഒരു മോഡറേറ്റ് കൺട്രോൾ അങ്ങ് പോയാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈ C ഐറ്റം ആണ്. ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ചീപ്പറാണ്. മസാല ചീപ്പർ അല്ലേ? ഉപ്പ് മുളക് കുറച്ചല്ലേ വേണ്ടുള്ള, ചീപ്പർ അല്ലേ? അപ്പോൾ 70% ഓഫ് ഐറ്റം ഇത് തന്നെയാണ്, എന്നാൽ 10% മാത്രമേ എക്സ്പെൻസ് എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. സോ ഇതിനങ്ങനെ ഒരു സ്ട്രിക്റ്റ് കൺട്രോളിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം എന്തുകൊണ്ടാണ്?
നമുക്ക് അത്രയ്ക്കൊന്നും പ്രശ്നമില്ല, അത്ര കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയല്ലേ എങ്ങനെയാണ് എന്താണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇത് വെച്ചിട്ട് വേണം നമ്മളിനി എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ മേജർ നോട്ടുകൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നിങ്ങൾ പോയിന്റ്സ് പഠിക്കേണ്ടത്. പക്ഷേ ഇനി നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ നമുക്കറിയാം ABC അനാലിസിസ് എന്ന് വെച്ചാൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. സോ കാറ്റഗറി A എന്ന് പറയുന്നത് ക്യാരിങ് മാക്സിമം എമൗണ്ട് ഓഫ് ദി ടോട്ടൽ സ്റ്റോക്ക് ഓഫ് ഡ്രഗ്. ഒരു ഡ്രഗ് എടുക്കുകയാണെങ്കിൽ അതിന് ടോട്ടൽ കോസ്റ്റിലെ ഏറ്റവും ഹയർ എമൗണ്ട് ക്യാരി ചെയ്യുന്നത് കാറ്റഗറി A ആയിരിക്കും. സോ ബേസിക്കലി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് വേണം ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസപ്ഷൻ ആനുവൽ ഡ്രഗ് എക്സ്പെൻഡിച്ചർ നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട്. അതുമാത്രമല്ല രൂപയ്ക്ക് ഒത്തിട്ട് മാത്രമേ നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടായിരിക്കണം. എപ്പോഴും നമ്മൾ ആനുവൽ കൺസപ്ഷനും യൂണിറ്റ് കോസ്റ്റും, അതായത് എത്രയാണ് ഓരോന്നിൻ്റെ വില എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട് കേട്ടോ. സോ ഞാൻ ആദ്യം കാണിച്ച പോയിന്റ്സേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിലൂടെ നമുക്ക് ഭയങ്കര അഡ്വാൻസ് ലെവലാണ്, ഇത്രയൊന്നും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കാറ്റഗറി B ആണ്. ഇവിടെ അങ്ങനെ അധികം സൂപ്പർവിഷൻ അവിടെ നേരെ പറഞ്ഞ തന്നെയാണ്. ഒരു സെമി ആനുവലി, മറ്റത് നമ്മൾ ആനുവലിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആനുവലിയാണ് നമ്മൾ എപ്പോഴും വാങ്ങുന്നതെങ്കിൽ ഇവിടെ നമ്മൾ സെമി ആനുവലി, മറ്റതൊരു 12 മാസം കൂടുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്താണ് നമ്മൾ സാധനം മേടിക്കുന്നതെങ്കിൽ നമ്മൾ 6 മാസം കൂടുമ്പോൾ നമ്മളത് കൺസിഡർ ചെയ്ത് വാങ്ങുക ചെയ്യുക. കാറ്റഗറി C എന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ കൺട്രോൾ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ നമുക്ക് വാങ്ങുകയോ, കാര്യം ചീപ്പറാണ്, ഈസിലി അവൈലബിൾ ആണ്, അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഈ സംഭവം ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് അഡ്വാൻറ്റേജ് ഓഫ് ABC അനലിസിസ് ആണ്. അപ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി, ABC ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വാങ്ങണം, എങ്ങനെ വാങ്ങണം, എപ്പോഴും വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് എത്ര സ്റ്റോർ ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, വലിയ വലിയ ഇൻഡസ്ട്രിയിൽ നമുക്കിത് പോസിബിൾ ആണോ, അല്ല, ഭയങ്കര ഡിഫിക്കൽട്ട് അല്ലേ. നമുക്ക് എല്ലാം ഒരേ സമയത്ത് നമുക്ക് വാങ്ങണം, കാര്യം നമുക്ക് അപ്പോഴപ്പോഴേ വാങ്ങാൻ പറ്റുമോ, കൺട്രോൾ ഉള്ളത് കുറച്ച് നേരത്തേക്ക് വാങ്ങാം, കൺട്രോൾ ഇല്ലാത്ത വേറൊരു സമയത്ത് വാങ്ങാം, അങ്ങനെ നമുക്ക് നടക്കില്ല അല്ലേ. ഇനി അത് മാത്രമല്ല കാറ്റഗറി C എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ലാസ്റ്റ് കാറ്റഗറി മസാലാസ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് മേ ബി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡീറ്റിയോറേഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നേക്കാം എന്നുള്ളതാണ്. പിന്നെ കാറ്റഗറി B എന്ന് പറയുന്നത് ചില സമയത്ത് മോഡിഫിക്കേഷൻ സം ഐറ്റം ഫോളോയിങ് ഇൻ കാറ്റഗറി B ഡ്രഗ് കുഡ് ബി വെരി ഇമ്പോർട്ടൻറ്റ്. ചില സമയത്ത് ഇപ്പോൾ എക്സാമ്പിൾ നമുക്കറിയാം അരി ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും, അരി ചിലപ്പോൾ കൂട്ടേണ്ടി വരും. അപ്പോൾ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ കാറ്റഗറി Bയിൽ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെ ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് VD അനാലിസിസ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ V for വൈറ്റൽ, E for എസെൻഷ്യൽ, D for ഡിസൈറബിൾ. വൈറ്റൽ എന്താണ്, നമുക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പേഷ്യൻസിന് നിർബന്ധമായും ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ നമുക്കറിയാം ക്വിക്കായിട്ട് വേണ്ടത് എന്താണ്, അഡ്രിനലിൻ ഇഞ്ചക്ഷൻ അല്ലേ, അതൊക്കെ നമുക്ക് അത്യാവശ്യമായി വേണ്ടത്. നമ്മളെ വീട്ടിൽ എന്താണ് ചോറ് വെക്കാനും കഞ്ഞി വെക്കാനും അരി വേണം എന്ന് പറയുന്ന പോലെ. സോ ഇത് നമ്മുടെ ഡെയിലി വർക്കിന് വളരെ അത്യാവശ്യമാണ്. ലൈഫ് സേവിങ് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഡെയിലി വർക്കിന് വേണ്ടിയിട്ടും ഒരു ഫാർമസി എഫിഷ്യൻ്റ്ലി റൺ ചെയ്യണമെങ്കിൽ വളരെ അത്യാവശ്യമായ സാധനമാണ് വൈറ്റൽ എന്ന് പറഞ്ഞാൽ. 2 എസെൻഷ്യലാണ്. സോ ഇത് അത്ര ക്രൂഷ്യൽ അല്ല, എന്നാൽ ക്രൂഷ്യലാണെന്നാണ്. B പോലെയാണ്, ABCയിൽ B പോലെയാണ് കേട്ടോ. സോ ഇത് നമ്മുടെ ഹോസ്പിറ്റൽ അത്യാവശ്യമാണെന്തായും, എന്നാൽ എന്താണ് അർജൻസി സ്റ്റോക്കിന്റെ കാറ്റഗറീസിൽ നമുക്ക് വെക്കാൻ പറ്റും. നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് സ്റ്റോക്ക് കുറയുവാണെങ്കിൽ എന്തായാലും നമ്മളിത് അർജൻസി കാറ്റഗറിയിൽ വെക്കേണ്ട ആവശ്യമാണ്. മറ്റത് ക്രൂഷ്യൽ കാറ്റഗറിയാണ് കേട്ടോ. ഇനി D ആണെങ്കിൽ ഡിസൈറബിൾ ആണ്, കുഴപ്പമില്ല. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻസ്, ഹോർലിക്സ് അതൊക്കെ ഇല്ലേ, അതൊക്കെ ഡിസൈറബിൾ ആണ്. ആവശ്യം ഉണ്ടെങ്കിൽ ആവശ്യമുണ്ട്, എന്നാൽ അത്ര വലിയ അത്യാവശ്യമൊന്നുമല്ല, ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പേഷ്യന്റ് ഹാംഫുൾ അല്ല, അതായത് ഇത് ഇല്ലെങ്കിൽ പേഷ്യന്റ് മരിച്ചു പോവുക അങ്ങനത്തെ ഒരു കൺസിഡറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അതാണ് VD അനാലിസിസ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ലീഡ് ടൈം ആണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒരു സാധനം ബുക്ക് ചെയ്യുന്നു, അത് ബുക്ക് ചെയ്ത് 3 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നു, അതാണ് ലീഡ് ടൈം. അതായത് നിങ്ങൾ ദ ടൈം പീരീഡ് ബിറ്റ്വീൻ ദ പ്ലേസിംഗ് ഓഫ് ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യുന്നത് മുതൽ മെഡിസിൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ളതാണ് ലീഡ് ടൈം എന്ന് പറഞ്ഞത് കേട്ടോ. സോ ബേസിക്കലി ഇത് നമ്മൾ എപ്പോഴും ലീഡ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഷ്യൻ്റെ കയ്യിൽ മെഡിസിൻ എപ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക കേട്ടോ. ഇനി ഇൻവെൻട്രി ക്യാരിയിങ് കോസ്റ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണം.
Carrying cost refers to the cost which is incurred due to storing of drug in an inventory. ഇനി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധനം നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങളൊരു സാധനം നിങ്ങളുടെ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുമല്ലോ, അതിന് വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ലേബർ ചാർജ്, ഇതൊക്കെ എല്ലാം കൂടെ ഇൻക്ലൂഡിംഗ് ആണ് ക്യാരിയിങ് കോസ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ പോപ്പുലർ ബൈ ദ നെയിം ഓഫ് ഹോൾഡിംഗ് കോസ്റ്റ്. ഹോൾഡിംഗ് കോസ്റ്റ് എന്നും പറയാറുണ്ട്. ദ എലമെന്റ് ഓഫ് ക്യാരിയിങ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ദ ഫോളോയിങ്: ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക്. നിങ്ങൾ ആ വെക്കുന്ന സ്റ്റോക്കിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 6 മാസത്തേക്ക് നിങ്ങളൊരു സാധനം വാങ്ങി വെക്കുവാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഫാർമസി തുടങ്ങുന്ന 1 ലക്ഷം രൂപയെ ആയുള്ളൂ, പക്ഷേ ഈ ഫാർമസിക്കകത്ത് ഇപ്പോൾ 6 ലക്ഷം രൂപയുടെ മരുന്നുണ്ട്. ഇതെങ്ങനെയാണ്? അത് നിങ്ങൾ ഒരു 3 മാസത്തേക്ക് വേണ്ടി വാങ്ങി വെച്ച മരുന്നാണ് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ ക്യാരിയിങ് കോസ്റ്റ്. ഇനി അത് മാത്രമാണോ? ദ ഒബ്സലന്റ് കോസ്റ്റ് ഇൻക്ലൂഡിങ് സ്ക്രാപ്പിംഗ് ആൻഡ് പോസിബിൾ റീവർക്ക്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ചില സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? റീവർക്ക് ചെയ്യേണ്ടി വരും. അതിപ്പോൾ മെഡിസിൻ്റെ കാര്യത്തിൽ ഇല്ല വരില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഫാക്ടറിയിലൊക്കെ ഇപ്പോൾ ചില സമയത്ത് കാറിലൊക്കെ മോഡിഫിക്കേഷൻസ് വരുന്നു, ബൈക്കിലൊക്കെ മോഡിഫിക്കേഷൻ വരുത്താറില്ല. അപ്പോൾ ഓരോ സമയത്ത് ഓരോ സീസണിലാണല്ലോ മോഡിഫിക്കേഷൻ വരിക. അപ്പം മോഡിഫിക്കേഷൻ ചെയ്യുമ്പം ഈ വെച്ചിരുന്ന സാധനങ്ങളാണെങ്കിൽ മോഡിഫിക്കേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അതൊക്കെ അതിൻ്റെ അണ്ടറിൽ വരും. ഇനി ഡിറ്റർമിനേഷൻ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് ഇൻക്ലൂഡ് ഇൻ പ്രിവെന്റ് ഡിറ്റ്യൂറേഷൻ. അതായത് ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഫുഡ് ഗ്രെയിൻസ് ഒക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൽ പുഴു കയറാതിരിക്കാനും എലി വന്ന് മാന്താതിരിക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് ഡീറ്റ്യൂർ ആകാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതായത് ഒരു സ്റ്റോക്ക് നമ്മൾ സേഫ് ആക്കാനും അത് വാങ്ങാനും കൊണ്ടുവന്ന് വെക്കാനും ഒക്കെ എല്ലാത്തിനും ഇൻക്ലൂഡ് ചെയ്യുന്ന കോസ്റ്റ് തന്നെയാണ് എന്ത് വരുന്നത്? ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റിനകത്ത് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി സേഫ്റ്റി സ്റ്റോക്ക് ഓർ ബഫർ സ്റ്റോക്ക്, ഇത് എല്ലാവർക്കും അറിയാം അല്ലേ. മിക്കവാറും എല്ലാ ഫാർമസികളുടെയും ബഫർ സ്റ്റോക്ക് 2 മാസമായിരിക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ അമ്മമാർക്കറിയാം, ഇപ്പോൾ ഒരു 10 കിലോ അരി ഉണ്ടെങ്കിൽ 1 മാസം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ അടുത്ത മാസം ഇച്ചിരി പഞ്ഞമാണ് അല്ലെങ്കിൽ ഇച്ചിരി പൈസ കുറവാണ്, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഒരു 20 കിലോ വാങ്ങിക്കും, അപ്പോൾ 2 മാസത്തേക്ക് പോകും. അത് തന്നെയാണ് ബഫർ സ്റ്റോക്ക്. അതായത് നമുക്ക് എക്സസ് ആയിട്ട് ഒരു ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ഫാർമസികളിൽ കീപ്പ് ചെയ്യാറുണ്ട്. ചില ഡ്രഗൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ കിട്ടാനുള്ള സമയം കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ ഓർഡർ ചെയ്യാനുള്ള സമയം കുറവായതുകൊണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളൊരു എക്സ്ട്രാ സർപ്ലസ് ആയുള്ള ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവസാന സമയത്ത് ഓടണ്ട. അപ്പം നമ്മൾ ഫസ്റ്റ് ഇൻവെന്ററി തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? രണ്ടാമത്തെ ഇൻവെന്ററി ഒന്നും കൂടെ നമ്മൾ ഓർഡർ ചെയ്താൽ മതിയായിരിക്കും. സോ ഒരു എക്സ്ട്രാ ഒരു മെഷീനറി വർക്കിൻ്റെ ആവശ്യം നമുക്കവിടെ വരുന്നില്ല. നമ്മളൊരു എക്സ്ട്രാ ഒരു ഇൻവെന്ററി കൂടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഫാർമസിയൊക്കെ 3 മന്ത് 2 മന്ത്, ഇപ്പോൾ എക്സാമ്പിൾ ഹോസ്പിറ്റലിൽ നോക്കുവാണെങ്കിൽ PHI 1 മന്ത് ആയിരിക്കും. പിന്നെ ഈ ഒരു ജനറൽ താലൂക്ക് ഹോസ്പിറ്റലെങ്കിൽ 3 മന്ത് ആയിരിക്കാം. പിന്നെ മെഡിക്കൽ കോളേജ് എങ്കിൽ 6 മന്ത് ഒക്കെ ആയിരിക്കും അവർ ഡ്രഗ് ഒക്കെ സ്റ്റോർ ചെയ്യുക. അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ, ഒരു ഡ്രഗിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പറയാൻ പോകുന്ന മിനിമം ആൻഡ് മാക്സിമം സ്റ്റോക്ക് ലെവലാണ്. എന്താണ് മിനിമം മാക്സിമം സ്റ്റോക്ക് ലെവൽ? അപ്പോൾ ഞാനൊരു ബഫർ മിനിമം മാക്സിമം വെച്ച് ഞാൻ പറഞ്ഞുതരാം, അപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഉണ്ട്, പിന്നെ മാക്സിമം ഉണ്ട്, അത് കഴിഞ്ഞ് ബഫറുണ്ട്. ഓക്കെ, സോ നമ്മുടെ വീട്ടിൽ 10 കിലോ അരിയാണ് നമ്മുടെ അമ്മ ഒരു മാസം ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ചോളൂ. സോ അതിൽ 10 കിലോ എന്ന് പറയുന്നത് മാക്സിമം ആണ്. ഓക്കെ, ഇനി അതിൽ 1/2 കിലോ എന്ന് പറയുന്നത് മിനിമം ആണ്. ഇനി അതിൽ 15 കിലോ എന്ന് പറയുന്നത്, 15 വേണ്ട കേട്ടോ, 20 കിലോ എന്ന് പറയുന്നത് ബഫറാണ്. മനസ്സിലായോ? അതായത് 10 കിലോ നമുക്ക് മാക്സിമം ഇത്ര വരെ പോകാം. മിനിമം എന്ന് വെച്ചാലോ 1/2 കിലോയ്ക്ക് താഴെ നമ്മൾ പോകാൻ പാടില്ല. 1/2 കിലോയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ അത് സത്യം പറഞ്ഞാൽ ക്രിട്ടിക്കൽ എമർജൻസി ലെവൽ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ, റീ ഓർഡർ ലെവൽ എന്നൊക്കെ നമ്മൾ പറയും. അത് പിന്നെ നമുക്ക് അങ്ങോട്ട് പഠിക്കാം. പിന്നെ ബഫർ എന്ന് വെച്ചാൽ എക്സ്ട്രാ 20 നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇത് തന്നെയാണ്. അതായത് എക്സാമ്പിൾ നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കസ്റ്റമറിന് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് നമ്മുടെ കയ്യിൽ സഫീഷ്യന്റ് ഇൻവെന്ററി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ സഹായിക്കുന്ന സാധനമാണ് മിനിമം മാക്സിമം ലെവൽ. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അതനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുമ്പോട്ട് പോകാനും പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം നമുക്ക് എപ്പോഴും എന്താണ് മിനിമം മാക്സിമം സ്റ്റോക്ക് ലെവൽ എപ്പോഴും നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആണ്. ദ ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ഓഫ് ഡ്രഗ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ ഡിറ്റർമിനിങ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതായത് ഓർഡറിംഗ് കോസ്റ്റും
ക്യാരിയിങ് കോസ്റ്റും എപ്പോഴും EOQ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കും. ഓക്കെ, ഓർഡറിംഗ് കോസ്റ്റ് ഇസ് ബേസിക്കലി ദ കോസ്റ്റ് അസോസിയേറ്റ് വിത്ത് റിസീവിംഗ് ആൻ ഇൻവെന്ററി വൈൽ ക്യാരിയിങ് കോസ്റ്റ് ഇൻക്ലൂഡിംഗ് ഹാൻഡ്ലിംഗ്, വെയർ ഹൗസ് ആൻഡ് അലർട്ട് കോസ്റ്റ്. സോ ഓർഡറിംഗ് കോസ്റ്റ് നമുക്ക് എന്താണെന്നറിയാം, ഒരു സാധനം നമുക്ക് വരാൻ വേണ്ടിയിട്ട്. എന്താണ് ഇനി ക്യാരിയിങ് കോസ്റ്റ്? ഒരു സാധനം നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ, വെയർ ഹൗസിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റ് ആണ് അല്ലേ. അപ്പം ഈ രണ്ട് കോസ്റ്റും കൂടെ ഒരു കമ്പൈൻഡ് ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാം. സോ ബേസിക്കലി എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന 3 സാധനങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ടാബുല ഡിറ്റർമിനേഷൻ, 2 ഗ്രാഫിക്കൽ ഡിറ്റർമിനേഷൻ, 3 ഡിറ്റർമിനേഷൻ ബൈ ആൾജിബ്ര ഫോർമുല. സോ എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഇത് കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ പറയാം. അതായത് എന്താണ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയിൽ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡറേഷനിൽ എടുക്കുകയാണ്. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻ ഫോമാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. എപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യണം, ഒരു ഒപ്റ്റിമൽ ഓർഡറിങ് ഏത് പോയിന്റിലായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതാണ് കേട്ടോ. സോ ടാബുലർ ഡിറ്റർമിനേഷൻ ചെയ്ത് നമ്മൾ ടേബിൾസുകൾ, നമുക്ക് ഡേറ്റാസ് ഒക്കെ അറേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്നതാണ് ടാബുലർ ഡിറ്റർമിനേഷൻ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നമുക്കറിയാം, എക്സ് വൈ പോലുള്ള നമ്മൾ ഗ്രാഫുകൾ വെച്ച് ചെയ്യും. ഇനി EOQ ആൾജിബ്ര ഫോർമുല ആണെങ്കിൽ √2ABC ഡിവൈഡ് ബൈ CS ആയിരിക്കും. A ആനുവൽ കൺസപ്ഷൻ, B ബൈയിങ് കോസ്റ്റ്, C കോസ്റ്റ് പെർ യൂണിറ്റ് ഫോർ മെറ്റീരിയൽ ആൻഡ് S ഫോർ സ്റ്റോറേജ് ആൻഡ് അതർ ഇൻവെന്ററി ക്യാരിയിങ് കോസ്റ്റ്. സോ ഇങ്ങനെ എടുത്ത് പഠിക്കേണ്ട, ജസ്റ്റ് ഫോർമുല മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ഫോർമുല ചോദിക്കത്തില്ല, ചോദിച്ചാലും ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തുള്ള ഓരോന്ന് എന്താണെന്നും അങ്ങനെ ചോദിക്കാനൊന്നും പോകുന്നില്ല. സ്ക്രാപ്പ് ആൻഡ് സർപ്ലസ് ഡിസ്പോസൽ ആണ്. സോ എന്താ സ്ക്രാപ്പ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സാധനം നമ്മളിപ്പോൾ എക്സാമ്പിൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിൽ സ്ക്രാപ്പ് ഉണ്ടാവും, ഓട്ടോമാറ്റിക്കലി ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ തന്നെ പറയുവാണെങ്കിൽ, നമ്മൾ ഗുളിക കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ ഗുളി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു, അതിൻ്റെ ബോട്ടിലായാലും അല്ലെങ്കിൽ അതിൻ്റെ ബ്ലിസ്റ്റർ ആയാലും നമുക്ക് സ്ക്രാപ്പാണ്, നമുക്ക് ഗുളിക മാത്രം മതിയല്ലോ. അപ്പം നമുക്ക് റിക്കവർ ചെയ്യുക എന്ന് പറയുന്നത്, നമുക്ക് തിരിച്ച് ഉപയോഗിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് നമുക്കത് പോസിബിൾ അല്ല, അല്ലെങ്കിൽ തിരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് പറയുന്നത്. റിക്കവറി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, നമുക്ക് ഫ്യൂച്ചറിലുള്ള റിക്കവറി എന്ന് പറയുന്നത് കുറവായിരിക്കും എന്നുള്ളതാണ് സ്ക്രാപ്പ് അല്ലെങ്കിൽ സർപ്ലസ് ഡിസ്പോസൽ. സർപ്ലസ് മീൻസ് എക്സസ് ആയി വരുന്ന ഡിസ്പോസൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ. സോ നെക്സ്റ്റ് വൺ ഇസ് FSN റേഷ്യോ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മനസ്സിലാക്കിയാൽ മതി. F ഫോർ ഫാസ്റ്റ് മൂവിങ്, S ഫോർ സ്ലോ മൂവിങ്, N ഫോർ നോൺ മൂവിങ്. പറയണ്ടല്ലോ, ഫാസ്റ്റ് മൂവിങ് പെട്ടെന്ന് പോകുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ ഫാർമസിൽ പെട്ടെന്ന് പോകുന്നത് എന്താണ്, പാരസ്റ്റമോൾ. സ്ലോ മൂവിങ് എന്തായിരിക്കും, ഇഞ്ചക്ഷൻസ്. നോൺ മൂവിങ് എന്തായിരിക്കും, മിക്കവാറും നോൺ മൂവിങ് വരെ എന്തൊക്കെയായിരിക്കും, വൈറ്റമിൻസ് ഒക്കെ അങ്ങനെ അധികം പോകാറില്ലല്ലോ, നമുക്ക് അങ്ങനെ എല്ലാവരും വാങ്ങാറുണ്ടോ? ഇപ്പം ഇച്ചിരി എന്നെ പോലെ സൗന്ദര്യവും അഴകും അങ്ങനെയുള്ള ആൾക്കാരല്ലേ വാങ്ങാറുള്ളൂ, അല്ലാണ്ട് എല്ലാവരും വാങ്ങാറില്ലല്ലോ, അത് നോൺ മൂവിങ്. ഇനി SOS റേഷ്യോ. SOS എന്ന് പറയുമ്പം എമർജൻസി ആണോ അല്ലെങ്കിൽ പെട്ടെന്ന് കിട്ടേണ്ടതാണ് എന്ന് ചിന്തിക്കരുത്. S മീൻസ് സീസണൽ, OS മീൻസ് ഓഫ് സീസണൽ കേട്ടോ. സീസണലുണ്ട് ഓഫ് സീസണൽ. ഇപ്പോൾ എക്സാമ്പിൾ മഴക്കാലമാണെങ്കിൽ പാരസ്റ്റമോൾ പോകുന്നു, മഴക്കാലം അല്ലെങ്കിൽ പോകുന്നില്ല. കാര്യം എന്താണ്, പനി ഉണ്ടാവുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഇസ് പെർപെൻച്വൽ ഇൻവെന്ററി സിസ്റ്റം ആണ്. നമുക്കൊരു പെർപെൻച്വൽ ഇൻവെന്ററി സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന 2-3 സാധനങ്ങളുണ്ട്. ബിൻ കാർഡ് നിങ്ങൾ പോകുമ്പോൾ കാണാം, ഈ ഫാർമസിയിലൊക്കെ ബിൻ കാർഡ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടായിരിക്കും. അതായത് ഇങ്ങനെ ഉണ്ടാവുക, ഇതിനകത്ത് എത്ര ഗുളിക, ബാച്ച് നമ്പർ, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും. ഇത് ഈ ഓരോന്നിനെ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഒരു സ്റ്റോക്ക് ബുക്ക് ഒന്നും എഴുതാതെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ബിൻ കാർഡ്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ മരുന്നിരിക്കുന്ന കബോർഡിൻ്റെ അടുത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് 5 പാരസ്റ്റമോൾ എടുത്താൽ ഇവിടെ എഴുതും 5 പാരസ്റ്റമോൾ എടുത്തു, ഇത്ര ഡേറ്റിന് എടുത്തു, ബാക്കി എത്രയാണ്, ബാക്കി 20 എന്ന് എഴുതി വെക്കും. അപ്പം ഏതൊരു മനുഷ്യനും ഓടി വന്ന് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് നോക്കാം, ഓക്കെ എത്ര ഗുളിക ഉണ്ടെന്ന്. സ്റ്റോക്ക് ബുക്ക് തുറക്കാതെ അതിനടുത്ത് വന്ന് തന്നെ ആ കാർഡിൽ നിന്ന് തന്നെ എത്ര ഗുളികയുണ്ട്, എത്ര ഗുളിക വന്നു, എത്ര ഗുളിക പോയി എന്ന് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അതാണ് ബിൻ കാർഡ്. ഇനി സ്റ്റോർ ലെഡ്ജർ, പേര് പറയുന്ന പോലെ തന്നെ ബേസിക്കലി അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റ് ആണ് കീപ്പ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ലൂസ് ലീവ്സ് ആയിരിക്കും, നമുക്ക് അവിടെ നിന്ന് ഊരെടുക്കാൻ പറ്റും, നമുക്ക് വെക്കാനും ഊരെടുക്കാനും പറ്റും. സോ ബേസിക്കലി അതിൽ നമ്മൾ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റോക്ക് ടേക്കിംഗ് ആണ്. അത് എല്ലാവരും ചെയ്യുന്നതാണ് അല്ലെ. ഫാർമസിയിൽ പോയിട്ട് നമ്മൾ സ്റ്റോക്ക് ടേക്കിംഗ് ഡെയിലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ നമ്മൾ നോക്കും, നമ്മൾ കയ്യിരിക്കുന്ന സ്റ്റോക്കും ബിൻ കാർഡിലെ സ്റ്റോക്കും അല്ലെങ്കിൽ സ്റ്റോക്ക് ലെഡ്ജറിലെ സ്റ്റോക്കും ഒക്കെ സെയിം ആണോ, ഓക്കെ ആണോ എന്നൊക്കെ നോക്കും. അത് കൺഫേം ചെയ്യും. അതൊരു സപ്പോർട്ടീവ് സൂപ്പർവിഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഇൻവെന്ററി നമ്മൾ നോക്കൂ അല്ലേ. അത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം കൂടെ ആണ് എന്നുള്ളതാണ്.
ഓക്കെ, ഇനി റീ ഓർഡർ ലെവലാണ്. റീ ഓർഡർ ലെവൽ എന്താണ്? റീ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എപ്പോഴാണ് പർച്ചേസ് റിക്വസിഷൻ ജനറേറ്റ് ചെയ്യേണ്ടത്. ഇപ്പം എക്സാമ്പിൾ, നമ്മളെ വീട്ടിൽ അരി 10 കിലോ വേണ്ടത്. അപ്പം ഒരു 5 കിലോയൊക്കെ അമ്മ പറയും, ആടാ അരിയൊക്കെ വാങ്ങാൻ സമയമായേ, ഞാൻ തുണ്ടെഴുതി വെക്കാം, എന്നീ കടയിൽ കൊണ്ട് കൊടുക്കണേ എന്ന് പറയും. നമുക്കറിയാം കടയിൽ കൊടുത്താൽ 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടുള്ളൂ നമുക്കറിയാം അല്ലേ, അല്ലെങ്കിൽ നമ്മൾ പോയി വാങ്ങാൻ അത്ര ലേറ്റ് ആകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയും, അതിനെയാണ് റീ ഓർഡർ ലെവൽ എന്ന് പറയുക. അപ്പം നമ്മുടെ സ്റ്റോക്കൊക്കെ ഒരു റീ ഓർഡർ പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ സ്റ്റോർ കീപ്പർ എന്ത് ചെയ്യുന്നു, അത് നമ്മളെ അക്കൗണ്ട് സെക്ഷനിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോർ ഇൻചാർജിനെ അറിയിക്കുകയോ അവർ അതിൻ്റെ പ്രൊക്യൂർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അവർ തുടങ്ങും പ്രൊക്യൂർ ചെയ്യാനുള്ള ഓർഡറിങ്, പിന്നെ എന്താണ് നമ്മുടെ ടെൻഡർ വിളിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യും. ഓക്കെ, റീ ഓർഡർ ക്വാണ്ടിറ്റി എപ്പോഴും നമ്മുടെ കയ്യിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്നും എപ്പോഴാണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതും എന്നുള്ളൊരു ക്ലിയർ ഐഡിയ തരുന്നതാണ് റീ ഓർഡർ ലെവൽ എന്ന് പറഞ്ഞാൽ കേട്ടോ. സോ ഡെഫിനേഷൻ ഇസ് ദ ഫേം ഹാസ് എൻ ഐഡിയ about the lead time, EOQ and consumption pattern. Reorder level can be determined ഈസിലി. സോ ബേസിക്കലി നമുക്ക് EOQയും കൺസപ്ഷൻ പാറ്റേണും അല്ലെങ്കിൽ ലീഡ് ടൈമും ഒക്കെ അല്ലെങ്കിൽ റീ ഓർഡർ ലെവലും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീ ഓർഡർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എത്ര സമയം കൊണ്ട് കിട്ടുന്നു, നമ്മൾ എപ്പോഴാണ് നമുക്ക് കൺസപ്ഷൻ നമുക്ക് തീരുക, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് കൺസപ്ഷൻ എത്ര, അല്ലെങ്കിൽ നമുക്ക് റീ ഓർഡർ ചെയ്യേണ്ട ലെവൽ എത്ര, അല്ലെങ്കിൽ റീ ഓർഡർ ചെയ്യേണ്ട സാഹചര്യം എപ്പോഴും എന്നൊക്കെ ഉള്ള പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ റീ ഓർഡർ ലെവലിൻ്റെ ഫോർമുല നമുക്ക് എടുക്കാമെന്നുള്ളതാണ് കേട്ടോ. അതായത് ലീഡ് ടൈം, EOQ, കൺസപ്ഷൻ പാറ്റേൺ, അതായത് എത്ര കൺസ്യൂം ചെയ്തു, എത്ര EOQ ആണ്, എത്ര ലീഡ് ടൈം, ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഫോർമുലാസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ബേസിക്കലി റീ ഓർഡർ ലെവൽ ആണെങ്കിൽ മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. സോ അത് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. ഇനി ബേസിക്കലി കൺസപ്ഷൻ വെച്ചാണ് നോക്കുന്നതെങ്കിൽ റീ ഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ആവറേജ് റേറ്റ് ഓഫ് കൺസപ്ഷൻ ഇൻറ്റു ആവറേജ് റീ ഓർഡർ പീരീഡ് ആണ്. ഇനി സേഫ്റ്റി സ്റ്റോക്ക് വെച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റീ ഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു സേഫ്റ്റി സ്റ്റോക്ക് പ്ലസ് ആവറേജ് കൺസപ്ഷൻ പെർ ഡേ ഇൻറ്റു ആവറേജ് ലീഡ് ടൈം ആണ് കേട്ടോ. ഇനി റീ ഓർഡർ ക്വാണ്ടിറ്റി ലെവൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. സോ നമുക്ക് റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണെന്നല്ലേ. സോ ദ റീ ഓർഡർ നമ്മൾ പറയാൻ പോകുന്ന റീ ഓർഡർ ക്വാണ്ടിറ്റി ലെവൽ. നമ്മൾ പറഞ്ഞ റീ ഓർഡർ ലെവൽ പറഞ്ഞു, റീ ഓർഡർ ക്വാണ്ടിറ്റി ലെവൽ ഏത് പോയിന്റ് എത്തുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് പോയിന്റ് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ച് റീ ഓർഡർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റതിൻ്റെ സെയിം തന്നെയാണ്. ഒന്ന് നമുക്ക് കൺക്ലൂഡായി പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. സോ നമുക്കൊരു ഫിക്സഡ് സ്റ്റോക്ക് ലെവൽ ഉണ്ടാകും, ഇത്ര സ്റ്റോക്ക് എത്തുമ്പോൾ നമ്മൾ നിർബന്ധമായും എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. സോ ഫോർമുല ഉണ്ട്, റീ ഓർഡർ ലെവൽ ഓഫ് ദ സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം കൺസപ്ഷൻ പെർ ഡേ ഡിവൈഡ് ബൈ പെർ വീക്ക് എക്സെട്ര ഇൻറ്റു മാക്സിമം ഡെലിവറി ടൈം. സോ ലീഡ് ടൈം ആണ് കേട്ടോ. അത് മറ്റൊന്നിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ തന്നെയാണ്. അത് വലിയ സംഭവമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചോദ്യങ്ങളൊക്കെ മിക്കവാറും VED, SOS അങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ ഒന്നും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പം നെക്സ്റ്റ് വീഡിയോ ആണ്. ബൈ ദ ബൈ, എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ.